പഴയ തലമുറക്ക് അല്ലെങ്കിൽ നിലനിൽക്കുന്ന സമൂഹത്തിന് കഴിയുകയും അവരുടെ നന്മകളെ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പുതിയ, ഒരുപക്ഷെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഏറ്റവും പുതിയ ആശയങ്ങളെ ചേർത്ത് പിടിക്കാനും ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലക്ക് SSF മുന്നോട്ട് വരികയാണ്. SSFിൻ്റെ ഒരു സംഘടനാ ചിത്രം പരിശോധിച്ചാൽ SSFന് 51 വർഷമായി. ഗോൾഡൻ 50 പൂർത്തിയാക്കി 50 വർഷങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷമുള്ള ഒരു സംഘടനാ കാലമാണിത്. അപ്പോൾ ഈ 51 വർഷങ്ങൾക്ക് ശേഷമുള്ള SSF നിങ്ങൾ നോക്കൂ. SSF ഓരോ ഘട്ടത്തിലും അതാത് കാലത്തെ സമൂഹത്തെ ചേർത്ത് പിടിച്ചു, അതാത് കാലത്തെ വിദ്യാർത്ഥികളുമായി സംവദിച്ചു, അവരുടെ പ്രശ്നങ്ങൾ തൊട്ടറിഞ്ഞു എന്നാണ് നമ്മൾ പറയാറുള്ളത്. വിദ്യാർത്ഥികളെ സ്പർശിച്ചു, ആ തലമുറയെ സ്പർശിച്ചു, അവരുടെ കൂടെ നിന്നു. അങ്ങനെയാണ് SSF മുന്നോട്ട് പോയിട്ടുള്ളത്. സ്വാഭാവികമായും ഈ ആൽഫ ജനറേഷൻ്റെ അല്ലെങ്കിൽ പുതിയ തലമുറയെ എല്ലാവരും ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തലമുറയുടെ നന്മകളെ ഉജ്ജ്വലമായി ഉയർത്തിപ്പിടിക്കുകയും അത് പുതിയ സാമൂഹിക മാറ്റത്തിന്, വിപ്ലവത്തിന് വലിയ പ്രചോദനമായി, വലിയ നിദാനമായി ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുക എന്ന ദൗത്യം SSF ഏറ്റെടുക്കുകയാണ്. നമ്മൾ അപ്പോഴും നമ്മൾ കാണുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യങ്ങൾ പുതിയ തലമുറ എത്തിയിരിക്കുന്ന ഒരു 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 മഞ്ഞ ലോകത്തെക്കുറിച്ചാണ്, ഒരു മായിക ലോകത്തെക്കുറിച്ചാണ്. നേരത്തെ പറഞ്ഞല്ലോ, ടെക്നോളജിക്കലി കണക്റ്റഡ് ആണ് അവർ. സാങ്കേതിക സംവിധാനങ്ങളുമായി ഓരോ നിമിഷവും അവരുടെ ജീവിതം തന്നെ കണക്ട് ചെയ്യപ്പെട്ട് കിടക്കുകയാണ് അവർ. സ്വാഭാവികമായും അവിടെയുള്ള ഈ സ്പേസിലുള്ള എല്ലാ ദൂഷ്യങ്ങളും, ഒരു സമൂഹത്തിൻ്റെ പരിച്ഛേദം എന്ന് പറയുമ്പോൾ ആ സമൂഹത്തിലുണ്ടാകുന്ന എല്ലാ ദൂഷ്യങ്ങളും സ്വാഭാവികമായും അത് ഉപയോഗിക്കുന്ന, അതിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളെ ബാധിക്കും. അത് ഇപ്പം നിങ്ങൾ നോക്കൂ, നമ്മൾ ഫേസ്ബുക്കിൽ നിന്ന് പോയി അല്ലേ ഇൻസ്റ്റയിലെത്തി എന്ന് പറയുന്നു. ഇൻസ്റ്റയിലും അല്ല, ധാരാളം സോഷ്യൽ സൈറ്റുകളിൽ, പ്രത്യേകിച്ച് ലൈവ് സ്ട്രീമിംഗ് സൈറ്റുകളിൽ അഡിക്റ്റഡ് ആണ് നമ്മുടെ തലമുറ എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഈ അഡിക്ഷൻ എന്നതുപോലും, അഡിക്ഷനൊരു പോസിറ്റീവ് വശം കൂടിയുണ്ടല്ലോ. ഈ പോസിറ്റീവ് വശത്തെ നമ്മൾ കാണുക. അതേസമയത്ത് അവരകപ്പെട്ടു പോയേക്കാവുന്ന, നമ്മളൊക്കെ തീർത്തിട്ടുള്ള, അത് ഈ തലമുറയുടെ പ്രശ്നമല്ല, നമ്മൾ ഈ ZX ജനറേഷനുകൾ തീർത്ത് വെച്ചിട്ടുള്ള ഈ പുതിയ തലമുറയെ അപകടപ്പെടുത്തുന്ന ലോകത്തെക്കുറിച്ച് അവരെ ബോധവൽക്കരിക്കുക, അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുക, അവരെ തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിവിന് ഊർജം പകർന്നു കൊടുക്കുക, ആ തിരിച്ചറിവിന് കുറച്ചുകൂടി തുറവി നൽകുക. അങ്ങനെ തുറവി നൽകിയാൽ ഈ അമിതമായ അല്ലെങ്കിൽ അനിയന്ത്രിതമായ സ്വാതന്ത്ര്യമാണ് പുതിയ തലമുറ ആഗ്രഹിക്കുന്നത് എന്ന് നമ്മളവർക്ക് ചാർത്തിക്കൊടുത്തൊരു വിശേഷണമാണ്. അവർ എന്ന് പറയുന്നത് പോലും ഞാൻ എൻ്റെ ഭാഷത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. നമ്മൾ എന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയേണ്ടി വരും. നിങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മൾക്ക്, ഞങ്ങൾ അല്ലെങ്കിൽ പഴയ തലമുറ അല്ലെങ്കിൽ അതിനും പഴയ തലമുറ ചാർത്തി നൽകിയ വിശേഷണമാണ് അനിയന്ത്രിതമായ സ്വാതന്ത്ര്യത്തെ പുൽകുന്നവരാണ് എന്ന്. അങ്ങനെ നൽകിയ ഒരു വിശേഷണത്തെ ഇവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും അത് സാധിച്ചെടുക്കുന്നതിന് വേണ്ടി അരാജകമായ, വളരെ അനിയന്ത്രിതമായ, യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോഴും അസ്വാതന്ത്ര്യങ്ങളുടെ ഒരു ലോകത്തേക്ക്, മറ്റു പലരും നിയന്ത്രിക്കുന്ന ഒരു ലോകത്തേക്ക് ഈ തലമുറയെ കൊണ്ടുപോകാനുമാണ് ഇന്നത്തെ തലമുറ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തിരിച്ചറിയാൻ പുതിയ ജനറേഷന് കഴിയും. അത് കഴിയുന്നത് കൊണ്ടാണ് നമ്മൾ ലിബറൽ വാദങ്ങൾ എന്നത്, ലിബറൽ എന്ന വാക്ക് ഒരു നെഗറ്റീവ് വാക്കല്ല, അത് കുറച്ചുകൂടി പോസിറ്റീവായ വാക്കാണ്. പക്ഷെ അതിനെ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ നെഗറ്റീവായ ഒരു കൺസെപ്റ്റ് പറയാനാണ്. ഈ ലിബറൽ വാദങ്ങൾ നമുക്ക് കുടുംബം പ്രസക്തമല്ല, സമൂഹം പ്രസക്തമല്ല, നമ്മുടെ ഒപ്പമുള്ളവർ പ്രസക്തമല്ല, നമ്മുടെ ചുറ്റുമുള്ളവരുടെ വേദനകളും വ്യതകളും ഒന്നും നമ്മൾ അത്ര കാര്യമായി കാണേണ്ടതില്ല എന്ന് പറയുന്ന ഒരു തലമുറയിൽ നിന്ന്, അതല്ല, നിങ്ങളെക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഇന്നലെ കഴിഞ്ഞു പോയ തലമുറകളെക്കാൾ കൂടുതൽ പുതിയ കാലത്തോട് ചേർന്ന് നിൽക്കുന്ന, അവരുടെ വേദനകളും വ്യസനങ്ങളും അറിയുന്ന, അവരുടെ പ്രശ്നങ്ങളിൽ ചേർത്ത് പിടിക്കുന്ന, കൂട്ടുകാരൻ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഓടിച്ചെന്ന് തോളിൽ കൈയിട്ട് അതെന്താണ് പ്രശ്നമെന്നറിഞ്ഞ് അത് തിരിച്ചറിയാനും പരിഹരിച്ചു കൊടുക്കാനും ശ്രമിക്കുന്ന ഒരു തലമുറയാണ് നമ്മൾ പ്രതിനിധീകരിക്കുന്നത്. ഈ തലമുറയാണ് കുറെ കൂടി ഉറക്കെ ഒരു വലിയ മാറ്റത്തിന് തയ്യാറെടുത്തുകൊണ്ട് ഈ സമയത്ത് നമ്മൾ ഒരു പുതിയ പ്രഖ്യാപനം നടത്തുന്നത്. ഇത് പറയുമ്പോൾ തന്നെ എങ്ങനെയാണ് ഈ ആൽഫ ജനറേഷൻ അല്ലെങ്കിൽ പുതിയ തലമുറ, ഈ യുവത്വം, ഈ കൗമാരം കുറെ കൂടി
നെഗറ്റീവായി അഡ്രസ്സ് ചെയ്യപ്പെട്ടത് എന്നതുകൂടി ഒരു സ്വയം വിമർശനം എന്ന അർത്ഥത്തിൽ, ഒരു ആത്മവിമർശനം എന്ന അർത്ഥത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ശരിക്കും എന്താണ് ഈ പുതിയ തലമുറ കാണുന്ന സമൂഹം? അത് നമ്മൾ ആലോചിച്ച് നോക്കൂ. നമുക്ക് അവരുടെ നേതൃത്വത്തെ അവരെങ്ങനെയാണ് കാണുന്നത്? പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾ ആ വിദ്യാർത്ഥികൾ അവർ പ്രതിനിധാനം ചെയ്യുന്ന വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തെ എങ്ങനെ കാണുന്നു? സഹപാഠിയെ ആൾക്കൂട്ട വിചാരണ നടത്തി കൊല്ലുന്ന വിദ്യാർത്ഥി സംഘടന നേതൃത്വമുള്ള, അതിനുവേണ്ടി പ്രചോദിപ്പിക്കുന്ന നേതൃത്വമുള്ള, ഇടിമുറികൾ തീർക്കുന്ന ക്യാമ്പസുകളിലുള്ള അതൊരു ശരിക്കും പഴയ ജനറേഷനാണ് ഈ നേതൃത്വം. അവരാണ് ഇതൊരു പുതിയ തലമുറ കാണുന്നത്. അങ്ങനെ സ്വന്തം സഹപാഠിയെ ക്രൂരമായി കൊന്നുകളയുന്നതിന് കൂട്ടുനിൽക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ മെനക്കെടാത്ത ഒരു അമ്മാവൻ സമൂഹം, ഒരു അധ്യാപക സമൂഹത്തെ ഏറ്റവും ബഹുമാനത്തോടു കൂടി കാണേണ്ട, ഏറ്റവും മാതൃകയായി കാണേണ്ട ഒരു സമൂഹത്തെയാണ് ഈ പുതിയ തലമുറ കാണുന്നത്. വേറൊരു ഭാഗത്ത് ഭരണകൂടങ്ങൾ, അധികാര സമൂഹങ്ങൾ, ഒരു രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങളെ, എല്ലാ മനുഷ്യരെയും എല്ലാ ജനങ്ങളെയും എല്ലാ പൗരന്മാരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഭരണ സംവിധാനങ്ങൾ മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ മനുഷ്യരെ വേർതിരിച്ച് നിർത്തുന്ന ചിത്രങ്ങൾ വേറൊരു ഭാഗത്ത് കാണുന്നു. കൈക്കൂലിക്ക് പുതിയ മനോഹരമായ പേര് നൽകി, ഇലക്ട്രൽ ബോണ്ടെന്നോ മറ്റോ പേര് നൽകി അഴിമതിയുടെ വലിയ സാധ്യതകൾ അന്വേഷിക്കുന്ന രാഷ്ട്രീയ സംഘങ്ങളെ, ഭരണകൂടങ്ങളെ ഒരു ഭാഗത്ത് കാണുന്നു. വേറൊരു ഭാഗത്ത് കറുത്തവനെന്നും വെളുത്തവനെന്നും തരംതിരിച്ച് മനുഷ്യനെ നിറത്തിൻ്റെ പേരിൽ ആക്ഷേപിക്കുന്ന വലിയ കലാകാരന്മാർ എന്ന് പറയുന്ന ആളുകളെ കാണുന്നു. ഇവരൊക്കെ ഇങ്ങനെ കാണുന്ന ഒരു തലമുറ, ഈ തലമുറയെയാണ് നമ്മൾ കുറ്റപ്പെടുത്തുന്നത്. ശരിക്കും ഇതിനെ അതിജീവിക്കാൻ, ഈ തിന്മകളുടെ ലോകത്തെ അതിജീവിക്കാൻ, ഈ ശരികേടുകളെ അതിജീവിക്കാൻ, ഇതല്ല ശരി എന്ന് ഉറക്കെ പറയാൻ, ഇത് തിരിച്ചറിയാനുള്ള ശേഷി ഞങ്ങൾക്കുണ്ട് എന്ന് പറയാൻ, ഇങ്ങനെ നന്മകളുടെ ഒരു പ്രയാണത്തെ, സമൂഹം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഇൻഡിവിജ്വലായ ഓരോ മനുഷ്യൻ്റെയും നന്മകൾ ചേർന്ന് നിൽക്കുമ്പോൾ രൂപപ്പെടുന്ന ഒരു കൂട്ടായ്മയാണല്ലോ നമ്മൾ സമൂഹം എന്ന മൂല്യമുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സമൂഹം എന്ന മൂല്യമുള്ള വാക്കിനെ മാറ്റുന്ന, അതിനെ കളങ്കപ്പെടുത്തുന്ന ഒരു തലമുറയോടുള്ള പ്രതിഷേധം എങ്ങനെയിരിക്കണം? ഈ മാറ്റത്തെ ഞങ്ങൾ മാറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. നന്മകളുടെ ഇന്നലകളിലേക്ക് ഞങ്ങൾക്ക് പോകാൻ കഴിയും അതിവേഗം എന്ന് പുതിയ തലമുറക്ക് പറയാൻ കഴിഞ്ഞാൽ, വിത്ത് ചേഞ്ച് എന്ന് പറയാൻ കഴിഞ്ഞാൽ, ഞങ്ങളാണ് മാറ്റം. വിത്ത് ചേഞ്ച് എന്നതിന് ഞങ്ങൾ മാറ്റം എന്ന് വേണമെങ്കിൽ പറയാം. വിത്ത് ചേഞ്ച് എന്നതിന് ഞങ്ങളാണ് മാറ്റം എന്ന് പറയാം. കുറച്ചുകൂടി ഉറച്ച ശബ്ദത്തിൽ ഞങ്ങൾ തന്നെ മാറ്റം എന്നും പറയാം. ഇത് പറയാൻ കഴിയുക എന്നത്, ഞങ്ങളാണ് മാറ്റം എന്ന് പറയാൻ കഴിയുക എന്നത്, ഇങ്ങനെ സമൂഹത്തിൻ്റെ നന്മകളെ മുഴുവൻ വിഭാടനം ചെയ്തുകൊണ്ട് ഒരു അപകടകരമായ സാമൂഹിക വ്യവസ്ഥിതി രൂപപ്പെടുത്തുന്ന, സമൂഹത്തിൻ്റെ ഉന്നതങ്ങളിൽ ഇരിക്കുന്നു എന്ന് പറയുന്ന ആളുകളോടുള്ള ഒരു കടുത്ത അമർഷമായി, പ്രതിഷേധമായി, സമരമായി വിത്ത് ചേഞ്ച് എന്ന വാക്യത്തെ നമുക്ക് വായിക്കാം. അതോടൊപ്പം തന്നെ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അതൊരു ആത്മവിശ്വാസത്തിൻ്റെ പ്രകടനമാണ്. ഞങ്ങൾക്ക് കഴിയും, ഈ തലമുറക്ക് കഴിയും, പുതിയ തലമുറക്ക്, വിദ്യാർത്ഥികൾക്ക് വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയും. നിങ്ങൾ വിദ്യാർത്ഥികൾ നടത്തുന്ന വിപ്ലവത്തെ കാത്തിരിക്കേണ്ടതില്ല. ഞങ്ങൾ തന്നെയാണ് വിപ്ലവം, വിദ്യാർത്ഥികൾ തന്നെയാണ് വിപ്ലവം. വിദ്യാർത്ഥികളായിരിക്കുക, നിരന്തരമായി അറിവന്വേഷിച്ചുകൊണ്ടിരിക്കുക. നോളജ് ഇക്കോണമിയെ പരിചയപ്പെടുത്തുന്ന നമ്മുടെ ഭരണകൂടങ്ങളുണ്ട്. നോളജ് ഇക്കോണമിയെ പരിചയപ്പെടുത്തുന്ന ഭരണകൂടങ്ങൾ തന്നെ ആ അറിവിൻ്റെ മനോഹരമായ അതിൻ്റെ മൂല്യതലങ്ങളെ, അതിൻ്റെ ധാർമ്മിക തലങ്ങളെ പരിചയപ്പെടുത്തുന്നില്ല എന്ന ഒരു പ്രശ്നത്തെ കൂടി നമുക്ക് മുമ്പിൽ വെക്കാൻ കഴിയും. നമ്മുടെ പുതിയ നോളജ് കമ്മ്യൂണിറ്റികൾ രൂപപ്പെട്ടു വരുന്നു. ആ നോളജ് കമ്മ്യൂണിറ്റികൾ തങ്ങളുടെ അറിവിനെ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകളിലൂടെ അതിനെ പ്രസരിപ്പിക്കാനും, ആ പ്രസരിപ്പിക്കുന്നത് തന്നെ ഒരു സ്റ്റാർട്ടപ്പായി, അല്ലെങ്കിൽ അതൊരു പുതിയ സംരംഭമായി കൊണ്ടുവരാനും കഴിയുന്ന, നേരത്തെ കമ്മോഡിറ്റികളെ, ചരക്കുകളെ ആയിരുന്നു വിൽപ്പനയ്ക്ക് വെച്ചിരുന്നത് എങ്കിൽ, പിന്നീട് സാങ്കേതിക വിദ്യയെ വിൽപ്പനയ്ക്ക് വെച്ചിരുന്നു എങ്കിൽ, ഇപ്പോൾ നമ്മുടെ നോളജിനെ തന്നെ അതിനെ
ഏറ്റവും കൃത്യമായി അതിനെ ഇങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് വളരെ വൃത്തിയായി അതുപയോഗിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും പുതിയ ആലോചനകൾ, പുതിയ വിപ്ലവങ്ങൾ, പുതിയ സാമൂഹിക മാറ്റങ്ങൾ, പുതിയ ജനകീയ മുന്നേറ്റങ്ങൾ രൂപപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ ഈ നോളജിനെ ഉപയോഗപ്പെടുത്തുന്ന, അതിൻ്റെ ധാർമ്മികതയെ, അതിൻ്റെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വലിയ സാമൂഹിക മാറ്റത്തിൻ്റെ പ്രതിനിധാനങ്ങളാണ് ഞങ്ങൾ എന്ന ആത്മവിശ്വാസത്തോടെയുള്ള പറച്ചിൽ. അതിനെയും വേണമെങ്കിൽ വി ദ ചേഞ്ച് എന്ന, ഞാൻ പറഞ്ഞില്ലല്ലോ നമ്മുടെ പ്രമേയം, ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ SSF അങ്ങനെ ഒരു പ്രമേയം ഉയർത്തുകയാണ്. മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നമ്മൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെല്ലാം കുറെ കൂടി ഇങ്ങനെ ഏറ്റുപിടിച്ച ഒരു മുദ്രാവാക്യം, കുറച്ച് അവിടെ ആകാംക്ഷയോടെ എന്തായിരിക്കും മാറുന്നത്, എന്ത് മാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത് എന്ന ആകാംക്ഷയോടുകൂടി നമ്മൾ കാത്തിരുന്ന വി ദ ചേഞ്ച് എന്ന നമ്മുടെ പ്രമേയവാക്യം. അത് പ്രമേയമാണോ എന്ന് ചോദിച്ചാൽ പറയാൻ കഴിയില്ല. അത് പ്രമേയമാണോ എന്ന് ചോദിച്ചാൽ പ്രമേയമല്ല, അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രകാശനമായിരിക്കും. SSFകാർ ജീവിച്ച് കാണിക്കും. SSFകാർ ഈ ഒരു പ്രതിരോധവാക്യത്തെ, ഈ ഒരു സമരവാക്യത്തെ, ഈ ഒരു ആത്മവിചാരത്തിൻ്റെ, ആത്മവിശ്വാസത്തിൻ്റെ, തിരിച്ചറിവിൻ്റേത് കൂടിയാണ് വി ദ ചേഞ്ച് എന്ന്. ചുറ്റും നിന്ന് വഞ്ചിക്കുന്ന അപാരമായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് കുടുസായ അസ്വാതന്ത്ര്യങ്ങളുടെ ലോകത്തേക്ക് പുതിയ തലമുറയെ കുഴിച്ചു മൂടാം എന്ന് കരുതുന്ന എല്ലാതരം ലിബറൽ വാദങ്ങളോടും സ്വന്തം ബോധ്യത്തിനകത്ത് ഉറച്ചു കഴിഞ്ഞ വിശ്വാസങ്ങളെ, നമ്മുടെയൊക്കെ വിശ്വാസം എന്താണ്? നമ്മുടെയൊക്കെ വിശ്വാസം റളീതു ബില്ലാഹി റബ്ബൻ, പടച്ചോനെ ഇഷ്ടപ്പെട്ടു എന്ന്, അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ഈ പുതിയ തലമുറ ആ ബോധത്തിൽ നിന്നുകൊണ്ടാണ് ചുറ്റും എല്ലാതരം വിവരങ്ങളെയും എല്ലാ തരത്തിലുള്ള അഭിപ്രായങ്ങളെയും കേൾക്കുന്ന തലമുറ തന്നെ ആ അഭിപ്രായങ്ങൾക്കെല്ലാം ഇടയിൽ നിന്നുകൊണ്ട് തങ്ങളെ എപ്പോഴും ഏത് തരത്തിലും വഴിതിരിച്ച് വിടാവുന്ന എല്ലാതരം അസ്വാരസ്യങ്ങൾക്കും മീതെ അല്ലാഹുണ്ടല്ലോ, ഞങ്ങൾ ആ റബ്ബിനെ തൃപ്തിപ്പെട്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നവരാണ് SSFകാർ. ഈ തിരിച്ചറിവുള്ള ഒരു സമുദായത്തെ, ഒരു സമൂഹത്തെ, ഒരു തലമുറയെ വഴിതിരിച്ചു വിടാം എന്ന് കരുതുന്നവരോട്, അങ്ങനെ വഴിതിരിച്ചു വിടുന്ന സംഘങ്ങളോട് അത് ശരിയല്ല, ഇത് തെറ്റാണ്, ഈ വഴിയല്ല ശരി എന്ന് പറയാനുള്ള ആർജവത്തിൻ്റെ, അങ്ങനെ ചുറ്റുമുള്ള എല്ലാതരം വിവേകങ്ങളെയും തിരിച്ചറിയാനുള്ള തിരിച്ചറിവിനെ കൂടിയാണ് വി ദ ചേഞ്ച് എന്ന നമ്മുടെ ഈ ആശയവാക്യം പ്രതിനിധാനം ചെയ്യുന്നത്. ഏപ്രിൽ മാസത്തിൽ, മെയ് മാസത്തിൽ നമ്മൾ ഇത് കുറച്ചുകൂടി ജനകീയമായി, കുറച്ചുകൂടി ഉച്ചത്തിൽ SSF ഉയർത്തിപ്പിടിച്ച ഈ ഒരു മുദ്രാവാക്യം, ഈ ഒരു മാറ്റം, ഈ മാറ്റം എന്നത് SSFൻ്റെ, അപ്പോൾ ചോദ്യമുണ്ട്, SSF മാറുകയാണ്? SSF മാറുകയല്ല, SSF തന്നെ മാറ്റമാണ്. ഇക്കാലം അത്രയും SSF മാറ്റമായിരുന്നു. 1973 SSF എന്ന സംഘടന തുടങ്ങുന്നിടത്ത് SSF എന്ന സംഘടന ഒരു മാറ്റമായിരുന്നു. ആ മാറ്റം SSF എന്ന നേരത്തെയും നിലനിന്നിരുന്ന ആശയത്തെ, 73 തുടങ്ങിയതല്ല SSF എന്ന ആശയം. പകരം 73 SSF ഈ ആശയത്തിന് സംഘടനാപരമായ ഒരു മാറ്റം സ്വീകരിച്ചു. ആ മാറ്റങ്ങൾ ഓരോ വർഷത്തിലും SSF 10ാം വാർഷികം നടക്കുന്നു, SSFൻ്റെ 20ാം വാർഷികം നടക്കുന്നു, SSFൻ്റെ സിൽവർ ജൂബിലി നടക്കുന്നു, SSFൻ്റെ 40ാം വാർഷികം നടക്കുന്നു. ഞാനൊരു സമ്മേളന കാലങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോയതാണ്. SSFൻ്റെ ഗോൾഡൻ 50 നടക്കുന്നു. ഈ കാലങ്ങളിലുടനീളം SSF വിപ്ലവകരമായ മാറ്റങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. സമൂഹത്തിൻ്റെ മാറ്റങ്ങൾക്കനുസൃതമായ മാറ്റങ്ങൾ പുതിയ തലമുറയിൽ ഉജ്ജ്വലമായി SSF ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ SSF എന്നത് മാറ്റം തന്നെയാണ്, നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുക. മാറാൻ ശ്രമിക്കുന്നവരെ തിരികെ കൊണ്ടുവരിക എന്ന മാറ്റം കൂടി ഒരു മാറ്റമാണ് എന്ന് വിശ്വസിക്കുന്ന SSF ഈ കാലത്ത് ഈ ഈ ഈ ഒരു ഒരു ചേഞ്ചിനെ, ഒരു വിപ്ലവകരമായ ഒരു പരിവർത്തനത്തെ പറയുകയാണ്. മെയ് മാസത്തിൽ സോഷ്യൽ അസംബ്ലികൾ നടക്കും. കേരളത്തിൽ
93 സെക്ടറുകളിൽ സോഷ്യൽ അസംബ്ലികൾ നടക്കും. അതൊരു ഒരു ഒരു വിപ്ലവ പ്രഖ്യാപനം, അല്ലെങ്കിൽ ഒരു തുടർച്ചയായി നടന്ന കുറേയധികം പ്രഖ്യാപനങ്ങളുടെ ഒരു സമാപനമായിരിക്കും സോഷ്യൽ അസംബ്ലികൾ. ഈ സോഷ്യൽ അസംബ്ലികൾ മെയ് മാസത്തിൽ നടക്കുന്നതിൻ്റെ മുന്നേ ഏപ്രിൽ മാസത്തിൽ എല്ലാ ഗ്രാമങ്ങളെയും, കേരളത്തിലെ മുഴുവൻ ഗ്രാമങ്ങളെയും സ്പർശിക്കുന്ന രൂപത്തിൽ, കേരളത്തിലെ മുഴുവൻ മനുഷ്യരെയും തൊടുന്ന രൂപത്തിൽ, കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും വലിയ തോതിലുള്ള സംവാദങ്ങൾ ഉയർത്തുന്ന രൂപത്തിൽ, വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു 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 മാറ്റത്തെക്കുറിച്ച്, ഒരു തിരിച്ചറിവിനെക്കുറിച്ച് നിരന്തരമായ പാഠങ്ങൾ പകർന്നു കൊടുക്കുന്ന രൂപത്തിൽ നമ്മുടെ ക്യാമ്പയിൻ മുന്നോട്ട് പോകും. എക്കാലത്തും SSF എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി സംഘടന എന്ന അർത്ഥത്തിൽ നമ്മൾ ഒരിക്കൽ പോലും ഈ ആസക്തികളിൽ വീണ് പോയിട്ടില്ല. നമ്മളെ മയക്കുന്ന മഞ്ഞ കാഴ്ചകളിൽ നമ്മൾ വീണ് പോയിട്ടില്ല. ഈ റമദാൻ മാസത്തിൽ നിങ്ങളുടെ കൈകളിൽ ഇപ്പോൾ ഈ ലക്കം റിസാല ഒരു പക്ഷേ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും. നിങ്ങളിതിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും കാണുന്നത്. ഈ ലക്കം റിസാലയിൽ ഗസയിലെ കൂട്ടുകാരെക്കുറിച്ച് പറയുന്നുണ്ട്, അവരുടെ നോമ്പ് പരാമർശിക്കുന്നുണ്ട്. ഷൈജലിൻ്റെ ഒരു ലേഖനം നമുക്ക് ഈ ലക്കം റിസാലയിൽ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞത് റിസാല മുന്നോട്ട് വയ്ക്കുന്ന ആശയം, നമ്മൾ ഈ സമയത്ത് പോലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വേദന അനുഭവിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ കൂട്ടുകാരെ കാണാതിരിക്കുന്നില്ല. അവരുടെ വേദനകൾ നമ്മൾ അറിയുന്നു. ആ വേദനകൾ ഉണ്ടാക്കിയ എല്ലാത്തരം പ്രതിലോമ ശക്തികളോടും നമ്മൾ അതിശക്തമായ പ്രതിഷേധം നമ്മൾ അറിയിക്കുന്നു. ആ പ്രതിഷേധം ഒരുപക്ഷെ അവരുടെ ഒരു ഉൽപ്പന്നത്തെ വാങ്ങാതിരുന്നുകൊണ്ടായിരിക്കും. അവരോട് സ്നേഹബുദ്ധിയ ഈ കുരുന്നുകളെ, ഈ പിഞ്ചോമനകളെ ക്രൂരമായി ബത്സിക്കുന്ന, ക്രൂരമായി കൊന്നുകളയുന്ന, മരിച്ചതുപോലെ ജീവിക്കാൻ വിട്ടേക്കുന്ന ഒരു 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 ക്രൂര സംഘത്തോട് ചെയ്യുന്ന നമ്മുടെ ഒരു പ്രതിഷേധമായിരിക്കും. ആ പ്രതിഷേധം കേരളത്തിൽ, ഇനി മലയാളത്തിൽ, കേരളം എന്ന ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരു ചെറിയ ദേശത്തുള്ള ഈ SSFകാർ ആ പ്രതിഷേധം അവരുടെ പ്രസിദ്ധീകരണത്തിൽ ഉയർത്തിപ്പിടിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് മറക്കാൻ കഴിയില്ല, ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിലും വേദന അനുഭവിക്കുന്നതോടുകൂടി അവരുടെ മതം എന്താവട്ടെ, അവരുടെ ജാതി ഏതാവട്ടെ, അവർ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾ എന്തുമാവട്ടെ, മനുഷ്യരെന്ന അർത്ഥത്തിൽ വേദനിക്കുന്നവരുടെ കൂടെ നിൽക്കാൻ SSFന് കഴിയും. ഈ SSF ആണ് വി ദ ചേഞ്ച് എന്ന വലിയൊരു പ്രമേയത്തെ ഉയർത്തിപ്പിടിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ ഈ പ്രമേയം ഉജ്ജ്വലമായി കേരളത്തിൻ്റെ തെരുവുകളിൽ നമുക്ക് പ്രകാശിപ്പിക്കണം. ലക്ഷങ്ങൾ വരുന്ന SSFൻ്റെ പ്രവർത്തകരുണ്ട് നമ്മുടെ കൂടെ. ധീരരായ പ്രവർത്തകർ, ഊർജ്ജസ്വലരായ പ്രവർത്തകർ, ഏത് സമയത്തും ഏത് പാതിരാത്രിയിലും SSF വിളിച്ചാൽ എഴുന്നേറ്റ് വരുന്ന, നന്മകൾക്ക് വേണ്ടി, നേരിനു വേണ്ടി, ശരികൾക്ക് വേണ്ടി, ചുറ്റും നടക്കുന്ന അരുതായ്മകൾക്കെതിരെ, നെറികേടുകൾക്കെതിരെ നിവർന്നു നിൽക്കാൻ പ്രാപ്തിയുള്ള ഒരു സംഘമുണ്ട്. ആ സംഘം ഇവിടെ ഉണർന്നിരിപ്പുണ്ട്. നമ്മുടെ രാജ്യം ഒരു വലിയ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത്, നമ്മുടെ രാജ്യത്ത് വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന സമയത്ത് ശരികൾ തുറന്നു പറയാൻ, ന്യായത്തിൻ്റെ ഒപ്പം നിൽക്കാൻ, നീതിയുടെ പക്ഷം പിടിക്കാൻ, ആ നീതിയുടെ പക്ഷത്തിന് വേണ്ടി പക്ഷം പിടിക്കാതെ ശരിയുടെ പക്ഷത്ത് മാത്രം നിന്നുകൊണ്ട് പോരാടാൻ SSF ഉണ്ടാകും. ഈ SSFനെ ഏറ്റവും ഉജ്ജ്വലമായി ഈ വിശുദ്ധ റമദാനിലെ വിശുദ്ധമായ ദിവസങ്ങളിൽ പ്രിയപ്പെട്ട കൂട്ടുകാർ, റമദാൻ ഫണ്ട് പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്ന, രാജ്യത്തുടനീളം നടക്കുന്ന SSFൻ്റെ വലിയ മുന്നേറ്റങ്ങൾക്ക് ഓരോ മനുഷ്യരുടെയും, ഓരോ കൂട്ടുകാരുടെയും ചെറിയ ചെറിയ കൈത്താങ്ങുകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണിത്. SSFൻ്റെ ഫണ്ട് സമാഹരണ പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കണം. റമദാൻ ദറസ് എല്ലാ യൂണിറ്റുകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആത്മവിചാരങ്ങളെ, നമ്മുടെ ശരിയുടെ വിചാരങ്ങളെ കുറെ കൂടി ഊതി അതിനെ കത്തിച്ചെടുക്കാൻ, അതിനെ തിളക്കമുള്ളതാക്കാൻ, നമ്മുടെ ഹൃദയങ്ങളെ വിമലീകരിച്ചെടുക്കാൻ ഈ വിശുദ്ധ റമദാൻ നമുക്ക് ഉപയോഗിക്കണം. റമദാനിലെ സ്പെഷ്യൽ ഹൽക്കകൾ യൂണിറ്റുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു.